പടം നല്ലൊരു എൻ്റർടൈനറാണ്. ഇന്നത്തെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഫിലിമാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഫിലിമാണ്. റൊമാൻറ്റിക് കോമഡിയാണ്. ഫസ്റ്റ് ഹാഫ് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് റൊമാൻസ് ആണ്. ഇടയ്ക്ക് കോമഡി കുറച്ച് വലുപ്പമുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നസ്ലീൻ മമിത എന്ന പേരിങ്ങാണ്. പിന്നെ മറ്റേ മാത്യൂസ് കുറച്ച് നേരമേ ഉള്ളൂ. എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈനറാണ്. ഇപ്പോഴത്തെ യൂത്തിന് ഇഷ്ടപ്പെടും. യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. പക്ഷേ ഇടയ്ക്ക് കോമഡി കുറച്ച് വലുപ്പമുണ്ട്. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. മൂവി ആക്ച്വലി നല്ലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. നസ്ലിൻ സംഗീത ആ ഒരു കോംബോ കിട്ടില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ ഒരു 4-5 പേരുണ്ട്. അവർ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമാണ്. പിന്നെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ത്രൂ ഔട്ട് മൂവി ഫുൾ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ നമുക്ക് കണക്റ്റ് ആവും ഇമോഷണലി. കുറച്ച് കോമ്പിനേഷൻ ഭയങ്കര രസമായി. അവരുടെ കെമിസ്ട്രി കിട്ടില്ല. ഉറപ്പായിട്ടല്ല. നമുക്ക് നമുക്ക് തോന്നിയിട്ടുള്ള എല്ലാവർക്കും കണക്റ്റഡ് ആവും. പക്ഷേ യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ കണക്റ്റ് ആവുന്ന മൂവിയാണ്. ഉറപ്പായിട്ടും കണക്റ്റ് ആവും എല്ലാവരും. അടിപൊളി കേട്ടോ. സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ടുണ്ട്. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ പോലെ തന്നെ രണ്ട് പടങ്ങൾ അതേപോലെ തന്നെ നല്ല എൻ്റർടൈൻഡ് ആയിട്ടാണ് കണ്ടത്. തണ്ണിമത്തം പോലെ തന്നെ പയ്യെ തുടങ്ങും, അടിപൊളി ഹിറ്റാവും. സൂപ്പറാണ് കേട്ടോ. അടിപൊളി കോമഡി നന്നായിട്ട് എല്ലാവരും നല്ലപോലെ കോമഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം. സൂപ്പർ അടിപൊളി. അവർ ചേരും എന്ന് വെച്ചാൽ മമതയുടെ ഒരു തുടക്കമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിയും മമത കത്തിക്കും ഒരു ഷുവറായിട്ട്, ഉറപ്പായിട്ടും. നല്ല പടം. എൻ്റർടൈൻഡ് ആയിട്ടുള്ള യൂത്തിന് മതി ഈ പടം. യൂത്ത് എല്ലാം വന്ന് കാണാൻ സൂപ്പർ പടം കേട്ടോ. ഓക്കെ. പടം അടിപൊളി പടം. ഒരു രക്ഷയില്ലാതെ പടം. ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ പടം കണ്ടില്ല. ഇങ്ങനെ എൻജോയ് ചെയ്ത പടം ഇപ്പം അടുത്തൊന്നും കണ്ടില്ല. ഹലോ, ഞാൻ മൂവി അടിപൊളിയായിട്ടുണ്ട്. അല്ല, എന്നോട് ഇങ്ങനെ ചോദിക്കണേ, ഞാൻ ആളുടെ വൈഫാണ്, ഡയറക്ടറുടെ വൈഫാണ്. ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. യെസ്, ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് റെസ്പോൺസ് നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴെല്ലാവരും കണ്ടപ്പോൾ നല്ല ചിരിയൊക്കെ ആയിരുന്നു. അപ്പം ഐ ഹോപ്പ് ചാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂത്തിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കില്ലല്ലോ. അല്ലല്ല, എല്ലാവരും ഇറങ്ങി വന്ന ഫാമിലി മൊത്തത്തിൽ പറഞ്ഞിരുന്നു ഇത് കുറച്ചും കൂടി യൂത്ത് മാത്രമല്ല, അതിൽ കുറച്ചുകൂടി ഫാമിലി എലമെന്റ് കാര്യങ്ങളും വന്നിട്ട് പോയിട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് പടം റോം കോം ആണ്. തമാശ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഫാമിലിക്കാണെങ്കിലും യൂത്തിനാണെങ്കിലും തമാശ നല്ലപോലെ ഇഷ്ടമാണല്ലോ. ആർക്കാ ചിരിക്കാൻ ഇഷ്ടമല്ലാത്ത? എല്ലാ ഇതിലുള്ള കാറ്റഗറിയിലുള്ളവർക്കും വർക്കാവുന്ന തന്നെയാണ് വിശ്വാസം. കഥാപാത്രം അല്ല, എൻ്റെ കഥാപാത്രം ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നുവെച്ചാൽ ലൈക്ക് നമ്മൾ മൂവി പോകുമ്പോഴത്തേക്കും നമുക്കറിയില്ലല്ലോ. എഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറേ കട്ടായിപ്പോയി. പക്ഷെ എന്നാലും പക്ഷേ ഇത്രയും നല്ലൊരു ടീമിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ തിയേറ്ററിൽ നല്ല ചിരി ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും മുമ്പോട്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മൂവി വാസ് വെരി നൈസ്. ഗിരീഷ് ഷെഡിയുടെ ഫസ്റ്റ് പടവും സെക്കൻഡ് പടവും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് എൻ്റർടൈനിങ് ആണെന്ന് അറിയാം, പക്ഷേ വിചാരിച്ചേക്കാളും വളരെ നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. സോ യാ, ജസ്റ്റ് 2.5 hours ഫുൾ ലാഫ്റ്റർ. എവരിബഡി ഷുഡ് വാച്ച് ദിസ് മൂവി. സോറി, ഒട്ടുമല്ല, ഇത് ഫാമിലി ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന മൂവിയാണ്. ദർ ഇസ് നത്തിങ് വൾഗർ ഓർ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് വെരി വെരി നൈസ്. സോ എനിബഡി ക്യാൻ വാച്ച് ദിസ് മൂവി ആൻഡ് യു വിൽ ലവ് ഇറ്റ്. യെസ്, നസ്രീൻ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. മമിത ഇസ് ഓൾസോ വെരി അപ്കമിങ് ആക്ട്രസ്. സോ ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെരി വെരി വെൽ ആൻഡ് യാ, ഇറ്റ്സ് പെർഫെക്റ്റ്. താങ്ക് യു. പ്രേമലു കാണലു കൂടലു അടിപൊളിയായിരുന്നു. എല്ലാവർക്കും തിയേറ്ററിൽ നിൽക്കുമ്പോഴത്തേനും ഒരു വൈബ് എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഇരുന്ന് ഒരുപോലെ, അത് കുട്ടികളെന്നില്ല, വലിയ ആൾക്കാരെന്നില്ല, യങ്സ്റ്റേഴ്സ് എന്നില്ല, ഒരുപോലെ കണ്ട് എൻജോയ് ചെയ്യാവുന്ന പരിപാടിയാണ്. വർക്ക അടിപൊളിയാണ്. അതെ, നല്ല സന്തോഷം ഫീൽ ചെയ്യുന്നു. നല്ല ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും കാണണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പുതിയൊരു പശ്ചാത്തലത്തിൽ പുതിയൊരു കഥ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ, കണ്ടിട്ടുള്ളവരും വീണ്ടും പോയി കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെന്തായാലും നിരാശപ്പെട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഉറപ്പായി. എല്ലാവരും പോയി കാണണം.